വേണുഗോപാൽ തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് മരിച്ചു. അപകട സ്ഥലത്തു നിന്നും ജീവനോടെ ആരെയും കണ്ടെത്താനായില്ല. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ ഹുസൈനും അടക്കമുള്ളവർ മരിച്ചെന്ന് റിപ്പോർട്ട്. തകർന്ന കോപ്റ്ററിന് സമീപമെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ജീവനോടെ ആരെയും കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിനെത്തിയ തുർക്കിയുടെ ഡ്രോണാണ് തകർന്ന കോപ്റ്ററിലുണ്ടായിരുന്ന സ്ഥലം കണ്ടെത്തിയത്. രക്ഷാദൌത്യത്തിന് റഷ്യയുടെയും സഹായം ലഭിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 12 മണിക്കൂറായി 40-ലേറെ സംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. വടക്കു പടിഞ്ഞാറൻ ഇറാനിയൻ പ്രവിശ്യയായ ഈസ്റ്റ് അസർബൈജാനിലെ ജോൾഫാൻ നഗരത്തിൽ ഞായറാഴ്ച റഷ്യയുടെ കോപ്റ്റർ ഇടിച്ചിറങ്ങിയെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചത്. ഈസ്റ്റ് അസർബൈജാൻ ഗവർണർ മാലിക് റൌമാദി അടക്കമുള്ളവരും ഈ കോപ്റ്ററിൽ ഉണ്ടായിരുന്നു. അയൽ രാജ്യമായ അസർബൈജാനിലെ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയായിരുന്നു റൈസി. അദ്ദേഹവും അനുചരരും 3 ഹെലികോപ്റ്ററുകളിലാണ് സഞ്ചരിച്ചത്. മേഖലയിൽ കനത്ത മഴയും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടിരുന്നു. ഇതായിരിക്കാം കോപ്റ്റർ പെട്ടെന്ന് ഇടിച്ചിറങ്ങാൻ കാരണം. റൈസി ഉണ്ടായിരുന്ന കോപ്റ്ററാണ് ഇടിച്ചിറങ്ങിയതെന്ന് ഇറാനിയൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് ബാഗരി സ്ഥിരീകരിച്ചിരുന്നു.